ജീവിക്കാൻ പോയതാണ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചെന്നിരിക്കും. ശ്രുതിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പ് അല്ലേ ബിഷപ്പാമ്പ്? അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ ആ സ്റ്റേഷന്റെ പേര് തൃക്കൊടുത്താനം. നല്ല അയ്യോ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എൻ്റെ പേർക്ക് പരാതി കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വരുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ കൂടെ പോയിട്ടാണ് വന്നത്. വന്നിട്ട് അച്ഛൻ്റെ പിന്നെ ബിഷപ്പിൻ്റെ പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണം. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയോ ഒന്നും തട്ടിപ്പറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിൻ്റെ അടുത്തും കുടുംബത്തിൻ്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വാഗ്മൂലം എഴുതി കൊടുത്തിട്ടാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഞാൻ മെൻഷൻ ചെയ്ത് ഞാൻ അല്ലാതൊന്നും ചെയ്തു. ഇവർക്ക് ഉണ്ടായ വേദനയ്ക്ക് അതൊരു വേദനയല്ലേ? അച്ഛന് മാത്രമുള്ള വേദന, അച്ഛന് മാത്രമുള്ള അമ്മയും അച്ഛനും ഒക്കെ. ഈ രേണുസുയുടെ പേരിൽ ഈ ഇരിക്കുന്ന പാവം പിടിച്ച അച്ഛനും എന്തുമാത്രം മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയുന്നുണ്ട്. പ്രതികരിക്കും. ഇനിയും എന്നെ കൈ വിലക്ക് വെച്ച് തൂക്കി കൊല്ലം വിധിച്ചാലും ഞാൻ പ്രതികരിക്കും. നമ്മുടെ നിയമം അതിലും അവിടെ ചെന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന എല്ലാ സാർമാരും കട്ട സപ്പോർട്ട് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. കട്ട സപ്പോർട്ടായിട്ട് ഇരുന്നു. ഞാൻ അന്നേരം അത് ചോദിച്ചു. അന്നേരം പറഞ്ഞു അങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാവുന്നു. ഞാൻ പറഞ്ഞു സാറേ അച്ഛനിട്ട വീഡിയോ സാറ് കണ്ടു നോക്കി, സാർ ഇതെല്ലാം ഇതിനപ്പുറം പറയുന്നു പറഞ്ഞു. അപ്പോൾ എന്തോ പറഞ്ഞ വീഡിയോ കാണിക്കും. ഞാൻ എന്താ മൊത്തം അങ്ങ് അഭിനയിച്ച് കാണിച്ചു. ഏതാ ശ്രീ ചേട്ടാ ഞാൻ വന്നു ഇങ്ങനെ കാണിക്കുന്ന ഒന്നും തേങ്ങൊട്ടി ഇതൊക്കെ ഒരു പരിരസം കാണിക്കേണ്ടത് ആക്ഷനൊക്കെയാണ്. ഞാൻ ഇതെല്ലാം വിഷപ്പാമ്പ് എന്ന് പറഞ്ഞ പിന്നെ അനുഭവിക്കാനേ വിഷപ്പാമ്പ്. ഇതൊക്കെ ഈ പള്ളിയിൽ അച്ഛന്മാർ കാണുന്നില്ലേ ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നത്? എന്ത് പേര് കമന്റ് ഞങ്ങളുടെ സഭയ്ക്ക് എന്നെ മോശമായിട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നത്. അപ്പം അവിടെ ചെന്ന് ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ട് ഞാനിങ്ങ് പോരുന്നു. നല്ല സപ്പോർട്ട്. എൻ്റെ അടുത്ത് പിന്നെ അജിത്ത് എന്ന് പറയുന്ന ഒരു സാറ് ഞാൻ അന്നേരം ഞാൻ ചോദിച്ചു. കാരണം ഈ ഇരിക്കുന്ന രേണുവും ചേച്ചിയും അതുലിനെതിരെ ആ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. ആരാണ് ഇവള്? ഈ സജീന ആരാണ്? എന്നാണ് ഈ സജീന രേണുസുതിയെ കണ്ടത്? എന്നാണ് രേണുസുതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായത്? ആരും നോക്കാതെ വഴി കിടന്നപ്പോഴേ, ഒരു പാവപ്പെട്ടവൻ മരിച്ചുപോയി ആരും നോക്കാനില്ലാതെ വഴി കിടന്ന സമയത്ത് അന്ന് ഈ ഫാദർ എന്ന് പറയുന്ന വ്യക്തി ഇവർക്കൊക്കെ ദൈവതുല്യനായിരുന്നു. ഈ നന്ദി കെട്ട ഈ രേണുസുതിയെ കൂടിയിരുന്ന് പറയുന്ന കേട്ടോ വിഷപ്പാമ്പെന്ന്. അയാൾ എന്നാ നിങ്ങൾക്ക് വിഷപ്പാമ്പായത്? എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ പറയുക, ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യാണോ പെണ്ണോ ഉള്ള കാലത്തോളം ആരൊക്കെ നന്മ ചെയ്യാൻ തീരുമാനിക്കുന്ന അവരെ എല്ലാവരെയും മനസ്സുകൊണ്ട് മടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രേണുസുതി എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് ചാടുന്നത്? ആ സജീനയെ കണ്ടിട്ടോ? ഈ സജീന എന്നാണ് രേണുസുതിയുടെ കൂടെ വന്നത്? ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വെക്കാൻ കുറച്ച് വസ്തു തന്ന് നിങ്ങളെ സഹായിച്ച്, അതിനാണ് ഒരു വൈദികൻ എന്ന് പോലും നോക്കാതെ, അദ്ദേഹം നിൽക്കുന്ന ലെവൽ തന്നെ ഒരു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വൈദികനാണ്, അതുപോലും നിങ്ങൾ നോക്കാതെ അദ്ദേഹത്തെ അറഞ്ചും പുറഞ്ചും എടുത്തിട്ട് കിട്ടുന്നിടത്തെല്ലാം അങ്ങ് അപമാനിക്കുകയാണ്. ഇതൊക്കെ ശരിയാണോ? ആരും ഇല്ലാതിരുന്ന സമയത്ത് ഇവരൊക്കെ ഉള്ളായിരുന്നു. ഒരു പക്ഷേ രേണുസുതിക്ക് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഫെയിമായിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നും നിൽക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഈ അച്ഛനെയൊക്കെ എന്നും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നും ജീവിച്ചേനെ. ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയ വന്ന് ബിഗ് ബോസിലൊക്കെ വന്ന് വലിയ ആളായപ്പോഴും ഈ അച്ഛനെ അറിയാത്തതും അച്ഛൻ കുറ്റക്കാരനായാലും വിഷപ്പാമ്പായതും ഒക്കെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്രയും നന്ദികേട് ഒരു മനുഷ്യനും ആരോടും ചെയ്യല്ല. വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രേണുസുതി ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഫാദറിൻ്റെ ഒരു വോയിസ് കൂടെ വന്നപ്പോൾ ഉണ്ട്. അപ്പം അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്, കമൻറ്റും ലൈക്കും ഹൈപ്പും ഒക്കെ ആയിട്ട് നൽകി നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ ആ വോക്കൽ ഒന്ന് കേൾക്കാം. നമ്മള് കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷണറി ശുശ്രൂഷകൾക്കും വരുത്തി വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള്, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് സഹികെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധിയുടെ സഹധർമ്മിണി രേണു സുധി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയ ശേഷം അവർ എൻ്റെ അഡ്വക്കേറ്റിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി. അത് ഇന്ന് എൻ്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി. അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ
നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവർ അഡ്വക്കേറ്റ് ഞങ്ങൾക്ക് ഒരു മറുപടി തന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. എന്നെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ച് ഞാൻ, കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണുസുതി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ചാനലിലെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത്. ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ തക്കവിടെ ആയിട്ടുണ്ട്. അതിനാൽ മാഡത്തിനോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ കുടുംബം ഒന്നടങ്കം ഞങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെ തന്നെയാണ് മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലല്ല എന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക്, എന്റെ വ്യക്തിപരമായ ജീവിതത്തെ, എന്റെ കുടുംബ ജീവിതത്തെ, എന്നെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനും മേൽ ദിവസം എന്നെ അപഹേളിച്ച് എന്നെ നിന്ദിച്ച് പരിഹസിക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ്. പല ആൾക്കാരും ഞാൻ തകർന്നു പോയ സന്ദർഭങ്ങളിൽ, ഞാൻ എൻ്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്ങലുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും അതുപോലെ തന്നെ മാഡത്തിനെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത്. വക്കീൽ എനിക്ക് ഇന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത്. അദ്ദേഹം ആ നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു. എന്നോട് പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഞാൻ അങ്ങനെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കേരളത്തിൽ നീതിന്യായ പീഠങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കോടതിയുമായി സമീപിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ മുൻപോട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുള്ളി പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. സാധാരണ ആൾക്കാരെ കാട്ടിലും നമ്മൾ എന്തെടുക്കും, കൂടുതൽ റെസ്പെക്റ്റും അവർക്ക് ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്താണ് ഒരു മതപുരോഹിതനെ കാണുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സോഷ്യൽ മീഡിയ വന്നിട്ട് അപകീർത്തിപ്പെടുത്തി ഇങ്ങനെ മാനസികമായിട്ട് നിരന്തരം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രേണുസുതി, ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടില്ലേ? അദ്ദേഹത്തിന് എന്തിൻ്റെ പേരിലാണ്? നിങ്ങളെ സഹായിച്ചതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് പുള്ളി ഇന്ന് ഈ വേദന അനുഭവിക്കുന്നത്. പുള്ളി ഒരു പുരോഹിതനാണ് എന്ന് പോലും നിങ്ങൾ നോക്കാതെ ബിഷപ്പ് എന്ന പദവി, അതൊരു നല്ല പദവിയാണ്. മതപുരോഹിതന് കിട്ടുന്ന ഒരു സ്ഥാനമാണ് ബിഷപ്പ്. അതിനെ ബിഷപ്പ് പാമ്പെന്നാക്കി മാറ്റി. ഈ കാണുന്ന ഈ സജീന ആയാലും ബാക്കിയുള്ളവരും ഈ സോഷ്യൽ മീഡിയക്കാരൊന്നും എന്നും രേണുസുതി നിങ്ങളുടെ കൂടെ കാണത്തില്ല കേട്ടോ. ഇതിലും വലിയ സൂപ്പർ സ്റ്റാറുകൾ വന്നിട്ട് കൊഴിഞ്ഞു പോയേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങ് അഹങ്കരിക്കുമ്പം ആ കാര്യം കൂടി ഓർക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കണം, സുധിയെ മരിച്ചതിന് ശേഷം കടന്നു വന്ന വഴികളെക്കുറിച്ച്. അതെങ്കിലും ഒന്ന് ചിന്തിക്കണം ഇതൊക്കെ പറയുന്നതിന് മുമ്പ്. പിന്നെ ഈ കേസിനകത്ത് അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 കോടി രൂപയുടെ നഷ്ടത്തിനാണ് കേസ് കൊടുക്കുന്നത്. അതിന് കെട്ടിവെക്കാൻ തന്നെ നല്ലൊരു പൈസ രേണുസുതിക്ക് ചിലവാകും. 2 അല്ല 5 കോടിക്ക് വേണേലും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്തായാലും അച്ഛൻ കേസുമായിട്ട് മുമ്പോട്ട് പോകും. രേണുസുതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയാണെന്ന് അറിയിച്ചിരിക്കുന്നത്. അത് അത്യാവശ്യമാണ്. അപ്പം എന്തായാലും വേണം, ഇതൊരു പാഠമായിരിക്കണം. ഈ രേണുസുതിയും ഈ അവിടെ പുറകെ വരുന്ന ഇനിയുള്ള രേണുസുതിമാർക്കും ഇതൊരു പാഠമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ, താങ്ക് യു.